പാറമേക്കാവിന്റെ വെടിക്കെട്ട് നിർമ്മാണശാലയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റോപ്പ് മെമ്മോ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലാ കളക്ടറാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. പാലക്കാട് മുതലമടയിലാണ് പാറമേക്കാവിന്റെ വെടിക്കെട്ട് നിർമ്മാണശാല ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, എന്തായാലും നിലവിൽ ഉള്ള വെടിക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർത്തിവെക്കാനാണ് സ്റ്റോപ്പ് മെമ്മോ നൽകുന്നത്. മറ്റു വിശദാംശങ്ങൾ. രുചീഷ്, പാലക്കാട് മുതലമടയിലാണ് ലൈസൻസി സ്റ്റെബിൻ സ്റ്റീഫന്റെ നേതൃത്വത്തിൽ പാറമേക്കാവിന്റെ വെടിമരുന്ന് സംഭരണശാലയും അതോടൊപ്പം തന്നെ വെടിക്കെട്ട് നിർമ്മാണശാലയും അടക്കം പ്രവർത്തിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം, ഈ വിവരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ദുരന്തം ഓരോ മനുഷ്യരെയും വലിയ തോതിൽ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പ് പോലും അനിശ്ചിതത്വത്തിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കുക, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ തീരുമാനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാലക്കാട് മുതലമടയിൽ പ്രവർത്തിക്കുന്ന പാറമേക്കാവിന്റെ വെടിക്കെട്ട് സംഭരണശാലയ്ക്ക് കൂടി ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. പാലക്കാട് ജില്ലാ കളക്ടറാണ് സ്റ്റോപ്പ് മെമ്മോ പുറപ്പെടുവിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ അവിടെ ഇതിനോടകം തന്നെ പടക്ക നിർമ്മാണങ്ങൾ, മിട്ട്, അങ്ങനെയുള്ള സ്ഫോടനാത്മകമായ വെടിക്കെട്ടിന് വേണ്ട ആവശ്യമായ സാധനങ്ങളെല്ലാം 90% നിർമ്മിച്ച് പൂർത്തീകരിച്ചിരുന്നു. നാളെ അത് തൃശ്ശൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും തീരുമാനിച്ചതാണ്. സാമ്പിൾ വെടിക്കെട്ട് മറ്റന്നാൾ വൈകിട്ടാണ് നിശ്ചയിച്ചിരുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അത് പൂർണ്ണമായും നിർത്തിവെക്കാനുള്ള നിർദ്ദേശമാണ് കളക്ടർ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് സ്റ്റോപ്പ് മെമ്മോ അനുവദിക്കുന്നതിനൊപ്പം തന്നെ ഒരു വലിയ ആശങ്ക, ഇത്തരത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന പടക്കങ്ങളും വെടിമരുന്നുകളും വെടിക്കോപ്പുകളും ഒക്കെ അത് ആ നിലയിൽ സംഭരിച്ച് നിർത്തിയാലോ അതല്ലെങ്കിൽ വെള്ളമൊഴിച്ചോ മറ്റോ നിർവീര്യമാക്കിയാലോ അതിന്റെ അപകട ഭീഷണി ഒഴിയുന്നില്ല. ഇത്തരത്തിൽ സംഭരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പടക്കങ്ങളും ഈ മറ്റ് സാമഗ്രികളും അത് പൊട്ടിച്ചു തന്നെ തീർത്ത് നശിപ്പിച്ച് കളയുക എന്നുള്ളതല്ലാതെ അത് സംഭരിച്ചോ നിർവീര്യമാക്കിയോ നമുക്ക് ഉപയോഗശൂന്യമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊരു മൂവ്മെന്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കളക്ടറുടെ ഭാഗത്തു നിന്നും സ്റ്റോപ്പ് മെമ്മോ അനുവദിച്ചിരിക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ കൂടി ഭാവിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇത്തവണത്തെ പൂരത്തിന്റെ നടത്തിപ്പിന്റെ കാര്യത്തിൽ കൂടി തീരുമാനങ്ങൾ വരുന്നതനുസരിച്ച് കൊണ്ട് ഈ വെടിമരുന്നടക്കം ഏത് നിലയിൽ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിലാണ് അന്തിമമായ ഒരു തീരുമാനമെടുക്കുക. ഏറ്റവും ചുരുങ്ങിയത് 6 ടൺ വെടിമരുന്നും പടക്കങ്ങളുമാണ് ഇത്തരത്തിലുള്ള സംഭരണശാലകളിൽ സംഭരിച്ചു വെക്കാൻ നിയമാനുസൃതമായി അനുമതിയുള്ളത്. 50 ലക്ഷത്തിൽ പരം രൂപയ്ക്ക് മുകളിലോ ഏറ്റവും മിനിമം അത്രയും തുകയോ അടുത്ത് ഈ പടക്കങ്ങൾക്കും മറ്റും ചിലവാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കൂടി നിലവിലുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കളക്ടറുടെ ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. രുചീഷ്.